വയനാട്ടിൽ ആദിവാസി യുവാവിനെതിരെ ക്രൂരമായ ആക്രമണം. കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയ യുവാക്കളുടെ സംഘം യുവാവിനെ 1/2 കിലോമീറ്ററോളം ദൂരം കാറിൽ വലിച്ചിഴച്ചു. കൂടൽക്കടവ് ചെമ്മാട് ഉന്നതിയിലെ മാത്തനാണ് ക്രൂരപീഡനത്തിനിരയായത്. അര കിലോമീറ്ററിലേറെ ദൂരം ഒരു മനുഷ്യനെ കാറിൽ ടാർ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവമാണ് പുറത്തു വന്നത്. മാതൻ എന്ന ആദിവാസി യുവാവാണ് ഈ കഠിനമായ ക്രൂരതയ്ക്കിരയായത്. ഇന്നലെയായിരുന്നു സംഭവം. ഇരു കാലുകൾക്കും തുടകൾക്കും നടുവിനും ഗുരുതരമായി പരിക്കേറ്റ മാതൻ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്താണ് ഉണ്ടായതെന്ന് മാതൻ പറയും. അവരങ്ങോട്ട് ഈ കുളിക്കാൻ വേണ്ടി വന്നവരാ. അവിടെ എന്ത് ചൊറ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന് ഞാനും ഇവരെല്ലാം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഞാനോട്ട് ഇവൻ വരെ എന്താ പറ്റിയെന്നോർത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി പോയതാ. ചോദിച്ചില്ല. അന്നേരത്തിന് ഡോർ കൂട്ടി അടച്ചേച്ച് എന്നെ മുമ്പായി അടിച്ചതുകൊണ്ട് പോയി. പയ്യമ്പള്ളി കൂടൽക്കടവ് ചെക്ക് ഡാം കാണാനെത്തിയ 2 സംഘങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. അക്രമി സംഘം സഞ്ചരിച്ച കാറ് കൂടൽക്കടവിലെ ഒരു കടയുടെ മുന്നിൽ നിർത്തി അസഭ്യം പറഞ്ഞുവെന്ന് നാട്ടുകാർ പറയുന്നു. ശേഷം പിന്നിൽ വരികയായിരുന്ന മറ്റൊരു കാറിലുണ്ടായിരുന്നവരുമായി ഇവർ തർക്കമായി. രണ്ടാമത്തെ കാറിലുണ്ടായിരുന്ന യുവാവിനെ കരിങ്കല്ലുമായി ആക്രമിക്കാൻ ശ്രമിച്ചത് തടയാനെത്തിയ മാതനു നേരെ അക്രമി സംഘം തിരിഞ്ഞു. കാറിനുള്ളിൽ നിന്ന് കയ്യിൽ പിടിച്ച യുവാവിനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയായിരുന്നു. ഹോൾഡ്. മാനന്തവാടി പുൽപ്പള്ളി റോഡിലൂടെ 1/2 കിലോമീറ്ററോളം ദൂരം കാറിൽ മാതനെ വലിച്ചിഴച്ചു. KL 52H8733 എന്ന നമ്പറിലുള്ള കാറിലാണ് അക്രമി സംഘം എത്തിയത്. കുറ്റിപ്പുറം സ്വദേശിയാണ് കാറിന്റെ RC ഉടമയെന്ന് രേഖകളിൽ നിന്നും വ്യക്തമായെങ്കിലും കാറ് നേരത്തെ വിറ്റതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാറിൽ 4 പേരുണ്ടായിരുന്നുവെന്ന നാട്ടുകാരുടെ മൊഴി പ്രകാരം 4 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. സംഭവത്തിൽ പ്രദേശത്ത് ഗോത്ര സംഘടനകളുടെ അടക്കം വലിയ പ്രതിഷേധം ഉയരുകയാണ്. വേറെ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഒരു ലഹരിയുടെ ഒരു ഇടത്താവളമായിട്ട് അത് ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യമുള്ള സ്ഥലമായിട്ട് ഒക്കെ അതിനെ കണ്ടെത്തി അങ്ങോട്ട് വരുന്ന സാഹചര്യമാണുള്ളത്. തീർച്ചയായിട്ടും ഗൗരവതരമായിട്ടുള്ളൊരു നടപടി ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരെന്ന നിലയിൽ പറയാനുള്ളത്. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ സംഭവം പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതെന്ന് T. സിദ്ദിഖ് MLA പറഞ്ഞു. ആദിവാസികളായിട്ടുള്ള ആളുകളെ വലിച്ചഴയ്ക്കാം, അവരുടെ വീട് പൊളിക്കാം, അവരെ ഏത് രീതിയിലും ട്രീറ്റ് ചെയ്യാം എന്നുള്ള സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഇതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടി എടുക്കണം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി OR കേളു വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. മാതൻ ആവശ്യമായ വിദഗ്ധ ചികിത്സ നൽകാൻ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിനും പട്ടികവർഗ വികസന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും മന്ത്രി നിർദ്ദേശം നൽകി. കൂടൽക്കടവ് ചെക്ക് ഡാം പ്രദേശത്തെ വിനോദസഞ്ചാരം നിയന്ത്രിക്കണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യം ഇതുവരെയും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ പോലീസിന്റെ പരിശോധന വേണം, ജീവൻ രക്ഷാ പ്രവർത്തകരെ നിയോഗിക്കണം എന്നീ ആവശ്യങ്ങളും നടപ്പാക്കിയിട്ടില്ല. ന്യൂസ് മലയാളം, വയനാട്.